സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വാൽപ്പാറ ഒരു വലിയ അപകടമുണ്ടായി. 16 പേര് ഇൻവോൾവ് ആയൊരു അപകടം. 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ അപകട വാർത്ത കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഒത്തിരി ചർച്ചകൾ അതിനെക്കുറിച്ച് നടക്കുന്നു, അപകട കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്, മറുനാടൻ എക്സ്ക്ലൂസീവായിട്ട്. ആ വീഡിയോയിൽ പറയുന്നത് RV മായ എന്ന് പറയുന്നൊരു വനിത ഈ അപകടം മുൻകൂട്ടി കാണുവാനിടയെ തുടർന്നു. അപകടം തടയാനായില്ല എന്നുള്ളതാണ് മായയുടെ സങ്കടം. ഈ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആസാദിയുടെ ഒരു പ്രേക്ഷകനായിട്ടുള്ള നമ്മുടെ അടുത്ത ഒരു സ്നേഹിതൻ പാസ്റ്റർ എനിക്ക് ഈ വീഡിയോ ഇട്ട് തന്നു. എന്നിട്ട് പാസ്റ്റർ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം. ഈ ശക്തി ഏത് തരത്തിലുള്ള ശക്തിയാണ്, അതായത് മായയ്ക്ക് ഈ അപകടങ്ങൾ മുൻകൂട്ടി പറയാനുള്ള പവർ കൊടുത്തിരിക്കുന്നത് ഏത് ശക്തിയാണ് എന്ന് പാസ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് ഒരു മെസ്സേജും വിട്ടു. ഞാൻ ഈ വീഡിയോ ഒന്ന് ഓടിച്ച് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പെട്ടെന്ന് എന്നോട് സംസാരിച്ചത്, ഇത് ക്ലെയർവോയൻസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഡിവിനേഷൻ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റുണ്ട്, അതിനെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഭാവി പറച്ചിലാണെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം കേട്ടതുപോലെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ കാര്യം നമ്മുടെ ആ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഈ വീഡിയോ എനിക്കറിയാം പലരും കണ്ടിട്ടുണ്ടാകാം, ഇതൊരു വലിയ അത്ഭുതമായിട്ടൊക്കെ ധരിക്കുന്നവരുണ്ടാകാം. അവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ക്ലെയർവോയൻസ്, ഇത്തരത്തിലുള്ള ഭാവി പറച്ചിലുകൾ ഏത് ശക്തിയാലാണ്. മായ തന്നെ പറയുന്നുണ്ട്, ഈ കാണാത്ത തലത്തിലുള്ള അദൃശ്യമണ്ഡലത്തിലുള്ള ഒരു എനർജി അത് അവരെ റിയലൈസ് ചെയ്യുന്നു, അവരെ സഹായിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ എനർജി എന്നൊക്കെയുള്ളത് ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരുവാനാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. RV മായയുടെ ഈ വീഡിയോയോ അല്ലെങ്കിൽ വാർത്തയോ, മറുനാടിനിൽ വന്ന വാർത്തയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ വനിത പല വിധത്തിലുള്ള അപകടങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്യപ്പെടുന്നു. തൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർക്ക് ഭാവിയെക്കുറിച്ച് കിട്ടുമ്പോൾ അവരത് പോസ്റ്റ് ഇടാറുണ്ട്. ഈ വാൽപ്പാറ അപകടത്തെക്കുറിച്ചും വളരെ നേരത്തെ തന്നെ അവർക്കൊരു ഇൻറ്റ്യൂഷൻ ലഭിച്ചു. അങ്ങനെ അവർ പോസ്റ്റ് ഇട്ടു. അതുപോലെ തന്നെ പണ്ട് ഷിരൂരിൽ അർജുൻ വെള്ളത്തിൽ വീണ, ആ ട്രക്ക് ഉൾപ്പെടെ വെള്ളത്തിൽ വീണ ആ സംഭവം ഉണ്ടല്ലോ, മലയിടിച്ചിലുണ്ടായി. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ട്രക്ക് വെള്ളത്തിലാണ് വീണിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ മണ്ണ് വീണു എന്നൊക്കെ ഈ മായ പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് കർണാടകയിലേക്ക് കുടുംബത്തോടൊപ്പം പോയ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കൽ കൊക്കയിലേക്ക് വീണുപോയ ആ പെൺകുട്ടിയുടെ വാർത്ത, ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ ആ പെൺകുട്ടി സ്ലിപ്പായി താഴെ വീണിരിക്കുന്നു, മരിച്ചിരിക്കുന്നു എന്നൊക്കെ ഈ മായ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതൊക്കെ നേരത്തെ തന്നെ പറയാൻ അവർക്ക് കഴിഞ്ഞു. അതിനൊരു പ്രത്യേക സിദ്ധി അല്ലെങ്കിൽ കഴിവ് അവർക്കുണ്ട് എന്ന തരത്തിലാണ് മറുനാടിനിലെ ഈ വീഡിയോ ഇങ്ങനെ നമ്മളൊക്കെ കാണുവാനിടയായി തീർന്നത്. എന്ത് ശക്തി കൊണ്ടാണ് ഈ മായ പ്രവചിക്കുന്നത്? ടെലിപ്പതി, പാരാ സൈക്കോളജി, അതുപോലെ തന്നെ ഉള്ള വാക്കുകളൊക്കെയാണ് മായ ആ വീഡിയോയ്ക്കകത്ത് ഉപയോഗിക്കുന്നത്. ടെലിപ്പതി, പാരാ സൈക്കോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, വളരെ ഒരു മോഡേൺ ആയിട്ടുള്ള എന്തോ ഒരു ടെക്നിക്ക് ആണ് ഇവരുപയോഗിക്കുന്നതെന്ന് നമുക്ക് തോന്നും. ഈ മായ തന്നെ പറയുന്നുണ്ട്, അവരുപയോഗിക്കുന്ന ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് മായ തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പാരാസൈക്കോളജി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു സയൻറ്റിഫിക് ബ്രാഞ്ച് അല്ലെന്നുള്ളതാണ് സത്യം. ഈ ട്രഡീഷണൽ മോഡേൺ സയൻസ് ഇത്തരത്തിലുള്ള ഈ ക്ലെയർവോയൻസ് അല്ലെങ്കിൽ പാരാസൈക്കോളജി ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ സയൻറ്റിഫിക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇവരൊക്കെ അവകാശപ്പെടുന്നു ഇത് സയൻസ് ആണെന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിലും ഇതിനെ നമ്മുടെ ആധുനിക ശാസ്ത്രം വിളിക്കുന്നത് സൂഡോ സയൻസ് എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ വേഷം കെട്ടിയ സയൻസ്, ഒറിജിനൽ സയൻസ് അല്ല. ഇത് വെറും പേരിൽ മാത്രമാണ് സയൻസ്. പിന്നെ എന്തോ ഒരു ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് സൈക്കി എന്ന് പറഞ്ഞാൽ സോൾ അല്ലെങ്കിൽ മനസ്സെന്നാണ് ആ സൈക്കി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. സൈക്കോളജി എന്ന പദം അതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്രിസ്ത്യൻ വ്യൂ പോയിന്റിൽ നിന്ന് ഈ വിഷയങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഒരു പാരാനോർമൽ പവർ
അഭൗമികമാകുന്നൊരു ശക്തി ഈ വ്യക്തിക്കുള്ളത് കൊണ്ടോ അല്ല ഇങ്ങനെയുള്ള ഭാവി കാലങ്ങളൊക്കെ ഇവർക്ക് പ്രവചിക്കുവാൻ കഴിയുന്നത്. എന്നാൽ മായയുടെ വാക്കുകളിൽ തന്നെ ഒരു എനർജിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ എനർജിയാണ് ഇവർക്ക് ഈ ശക്തി കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് ഒരു ക്രിസ്ത്യൻ വ്യൂ പോയിൻറ്റിൽ നിന്നുകൊണ്ട് പുറവാൻ കഴിയും. ഞാൻ ക്രിസ്ത്യൻ വ്യൂ പോയിൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പദങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരികയാണ്. ക്ലെയർ വോയൻസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞതുപോലെ ഇപ്രകാരമുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ക്ലിയറായിട്ട് കാണുവാനുള്ള കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ക്ലെയർ വോയൻസ് എന്ന് പറയുന്ന പ്രവൃത്തി. അതിന് പല ടെക്നിക്കുകൾ ഇവർ ഉപയോഗിക്കും. ഓജ ബോർഡ് എന്ന് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് ഒരു ബോർഡിൽ ആത്മാക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉത്തരങ്ങൾ തേടുന്ന ഒരു സംവിധാനമാണ് ഓജ ബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാരറ്റ് കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് മറ്റൊരു സംവിധാനമാണ്. പിന്നെ മീഡിയംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനർജി അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഒരു മീഡിയം മാധ്യമമായിട്ട് പ്രവർത്തിച്ച് അദർശ ലോകവുമായിട്ട്, കാണാത്ത ലോകവുമായിട്ട്, ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ മരിച്ചവരുടെ ലോകവുമായിട്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. കേരളത്തിലെ വളരെ പ്രസിദ്ധനായിരുന്ന ഒരു ജഡ്ജൊക്കെ ആയിരുന്നല്ലോ VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അദ്ദേഹം മരിച്ചുപോയ ഭാര്യയുമായിട്ട് ഒരു മീഡിയം ഉപയോഗിച്ച് സംസാരിച്ചതായിട്ടൊക്കെ ക്ലെയിം ചെയ്തതും ആ വാർത്തകളൊക്കെ കേരളത്തിൽ വളരെ പ്രചരിച്ചതും ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ മീഡിയം എന്ന് പറയുന്നത് അവരവകാശപ്പെടുന്നത് അതും ഒരു സയൻറ്റിഫിക് പ്രക്രിയയാണെന്നാണ് പറയുന്നത്. ഈ മരിച്ചവരുടെ ലോകത്തെക്കുറിച്ച്, ഈ കാണാൻ കഴിയാത്ത അദർശ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം മനുഷ്യനെല്ലാം സ്വാഭാവികമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാവി അറിയാനുള്ള ആഗ്രഹവും മനുഷ്യനെല്ലാം സ്വാഭാവികമായിട്ടുണ്ട്. ഈ RV മായിയും ഇങ്ങനെയുള്ള ഈ കുറേ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ മരിച്ചവരുടെ ലോകത്തെക്കുറിച്ചോ അദർശ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്. ക്ലെയർ വോയൻസ് എന്ന പദം അവർ ഉപയോഗിക്കുന്നില്ല. കാരണം ക്ലെയർ വോയൻസ് എന്ന പദത്തിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. എന്താ നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ ബൈബിളിലൊക്കെ പറയുന്ന ഡിവിനേഷൻ സ്പിരിറ്റ്, വെളിച്ചപ്പാട് ആത്മാവ് എന്ന പദത്തിൻ്റെ ഒരു ആധുനിക ഫോമാണ് ക്ലെയർ വോയൻസ് എന്നുള്ളത് കൊണ്ട് മായ അങ്ങനൊരു പദം ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും. ഈ പറഞ്ഞ ടെലിപ്പതിയോ അല്ലെങ്കിൽ പാരാസൈക്കോളജി എന്നുള്ള വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇവർ ചെയ്യുന്നത് ഒരു ക്ലെയർ വോയൻസിൻ്റെ അതേ ഒരു മെത്തേഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. ക്ലെയർ വോയിൻ്റ് എന്ന് പറയും. അതായത് ഈ മെത്തേഡ് ഉപയോഗിക്കുന്ന വ്യക്തിയെ ക്ലെയർ വോയിൻ്റ് എന്ന് പറയും. അതായത് ഈ മായ എന്ന് പറയുന്ന വ്യക്തി ക്ലെയർ വോയിൻസ് ഉപയോഗിക്കുന്ന ഒരു ക്ലെയർ വോയിൻ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് ഭാവി പറയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെങ്ങനെയാണ് ആദർശമണ്ഡലത്തിലെ ഈ ഇൻഫർമേഷൻസ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, വിവിധ തരത്തിലുള്ള ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട് ആദർശ ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, മായ എനർജി എന്ന് വിളിക്കുന്ന ആ ശക്തികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഇങ്ങനെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഇത് വേദപുസ്തകം വളരെ സ്ട്രിക്റ്റായിട്ട് എതിർത്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകരുത് എന്ന് വളരെ ശക്തമായ വാണിംഗ് തന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഡിവിനേഷൻ സ്പിരിറ്റ്, വെളിച്ചപ്പാട് ആത്മാക്കളുമായിട്ട് ഭാവി പറയുന്ന ഇത്തരം പ്രക്രിയകളുമായിട്ട് ഒരു കാരണവശാലും ഒരു വിശ്വാസി ഇൻവോൾവ് ആകാൻ പാടില്ല എന്ന് വേദപുസ്തകം വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഇവരിതിന് ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള മെത്തേഡുകളുണ്ട്, പല സിസ്റ്റങ്ങൾ. ഈ ഓക്കൾട്ട് അല്ലെങ്കിൽ ഔക്കൾട്ട് എന്നൊക്കെ പറയത്തില്ലേ, ഇതിനകത്ത് പല വിധത്തിലുള്ള സിസ്റ്റമുണ്ട്, പല വിധത്തിലുള്ള മെത്തേഡുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡോക്ടർ റെബേക്ക ബ്രൗണിൻ്റെ പുസ്തകങ്ങളിൽ, ഈ സാത്താന്യ ശക്തികളെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങളിൽ അവർ പറയുന്നുണ്ട്, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച ശേഷം അതിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ട്രാൻസ് എക്സ്പീരിയൻസ്, ആ ട്രാൻസ് എക്സ്പീരിയൻസ് വഴി അവർ ഒരു എന്താ പറയുന്നത്, അദർശ ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. സെൽഫ് ഇൻഡ്യൂസ്ഡ് ട്രാൻസ് എന്ന് പറയാം. അതായത് ഇങ്ങനെയുള്ള ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അവർ സെൽഫ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള, സ്വയം സ്വീകരിക്കുന്ന ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് അവർ
കടന്നു പോകുന്നു. അവരുടെ മനസ്സിനെ അപ്രകാരം ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് അവർ കൊണ്ടുപോകുന്നു. പല മെത്തേഡുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിലർ ഒരു മിററിൻ്റെ അകത്ത് സ്വന്തം രൂപം സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് കുറേ നേരം അങ്ങനെ നിൽക്കും. അങ്ങനെ ഫോക്കസ് ചെയ്ത് അവസാനം ആ രൂപം വാനിഷാകുകയും അവർ തന്നെ ഒരു പ്രത്യേക ട്രാൻസിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷനിൽ മറ്റൊരു ലോകത്തിലേക്ക് പോവുകയും അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പവർ ഇവർക്ക് കിട്ടുന്നത്? മായെപ്പോലുള്ളവർ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവർ പറയുന്നത് ഇത് മനസ്സിൻ്റെ ശക്തിയാണെന്നാണ് പറയുന്നത്. ഇത് ഒരു പ്രത്യേകതരം പാരാനോർമൽ, അതായത് ഈ വ്യക്തിക്കകത്ത് തന്നെ ഇങ്ങനൊരു മറ്റാർക്കുമില്ലാത്ത അസാധാരണമാകുന്ന ഒരു ശക്തി, നോർമൽ അല്ലാത്ത ഒരു ശക്തി ഈ വ്യക്തിക്ക് തന്നെ ഉണ്ടെന്നാണ് ഇവരെ അവകാശപ്പെടുന്നത്. എന്നാൽ വാസ്തവം ഇതല്ല. ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ലോകത്തിൽ 2 തരത്തിലുള്ള ശക്തികളുണ്ട്. ഒന്ന് ദൈവിക ശക്തിയും മറ്റൊന്ന് ഇരുട്ടിൻ്റെ ശക്തികളുമാണ്. 2 തരത്തിലുള്ള ശക്തികൾ ലോകത്ത് ഉണ്ട്. ഈ 2 തരത്തിലുള്ള ശക്തികളെയാണ് നമ്മൾ ഈ യാദൃശ്ച ലോകത്തിലെ ശക്തികളെന്ന് വിളിക്കുന്നത്. ദൈവിക ശക്തികൾ ഒരു ക്രിസ്ത്യൻ യുവിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ, നമ്മുടെ സഭയിലെ ദൈവമക്കൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. പരിശുദ്ധാത്മാവിനാൽ അവർ പ്രവചിക്കുന്നു, അവർ വെളിപ്പാടുകൾ കാണുന്നു, ദർശനങ്ങൾ കാണുന്നു. ഒരുപക്ഷെ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൂതകാലത്തിലെ രഹസ്യങ്ങളെക്കുറിച്ചോ ഒക്കെ അവർക്ക് വെളിപ്പെടുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളതിനെക്കുറിച്ച് ദൈവിക ശക്തി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ അദർശ ലോകത്തിലുള്ള ഇരുട്ടിൻ്റെ പല ശക്തികളുമുണ്ട്. ആ ശക്തികളും മനുഷ്യർക്കകത്ത് പ്രവർത്തിക്കുവാൻ പ്രാപ്തിയുള്ള ശക്തികളാണ്. അതായത് നമ്മളതിനെ പൈശാചിക ശക്തികളെന്നാണ് വിളിക്കുന്നത്. ഈ പൈശാചിക ശക്തികൾ ചില വ്യക്തികൾക്ക് ചില കഴിവുകൾ കൊടുക്കുന്നു. ആ വ്യക്തി ഒരുപക്ഷെ ദർശനം കാണുകയോ ഇതുപോലെ ട്രാൻസിലാകുകയോ അല്ലെങ്കിൽ ഭാവിയിലെ സംഭവങ്ങളെക്കുറിച്ച് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ടാകും. ആ വ്യക്തി വലിയ പോപ്പുലറായി മാറും. കാരണം ഇതൊരു അസാധാരണ സിദ്ധിയാണെന്നോ കഴിവാണെന്നോ ഒക്കെ ആളുകൾ വിശ്വസിക്കുവാൻ തുടങ്ങും. ഇതുകൊണ്ട് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, അങ്ങനെ ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഈ സാത്താന്യ ശക്തിക്ക് എന്ത് ബെനിഫിറ്റാണ്, പൈശാചിക ശക്തികൾക്ക് എന്ത് ബെനിഫിറ്റാണ്, എന്തിനാണ് XYZ എന്ന് പറയുന്ന ചില ആളുകൾക്ക് പൈശാചിക ശക്തികൾ ഇങ്ങനെയുള്ള കഴിവുകൾ കൊടുക്കുന്നത്? അതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഈ ഇരുട്ടിൻ്റെ ശക്തികൾക്കുണ്ടാകുന്നത്? കാരണം തിന്മയുടെ ശക്തികൾ മനുഷ്യന് ഗുണം ഉണ്ടാകുന്നതൊന്നും കാണിക്കുകയില്ലല്ലോ. പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ അപകടങ്ങളൊക്കെ നേരത്തെ കാണിക്കുന്നത്? ഇത്തരത്തിലുള്ള ചില ഗുണപരമായ ഇൻഫർമേഷൻസ് നേരത്തെ വെളിപ്പെടുത്തുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ബെനിഫിറ്റ് ഈ പറഞ്ഞ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് എന്താണ് ഉള്ളത് എന്നൊരു ചോദ്യമുണ്ടാകും. ആദ്യം തന്നെ അതിൻ്റെ ഉത്തരം പറയാം. ഇരുട്ടിൻ്റെ ശക്തികളുടെ പരമപ്രധാനമാകുന്ന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സത്യത്തിൽ നിന്ന് അകറ്റുക, തെറ്റായ വിശ്വാസങ്ങളിൽ കുടുക്കിയിടുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളിൽ കുടുക്കിയിടുക. സത്യമല്ലാത്തത് എന്ത് വിശ്വസിച്ചാലും അതിനെ നമുക്ക് അന്ധവിശ്വാസം എന്ന് വിളിക്കാം. സത്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? സത്യം നമ്മെ നേരിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന, നിത്യതയിലേക്ക് നയിക്കുന്ന, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പ്രാപ്തമാക്കി തീർക്കുന്ന ഒന്നാണ് സത്യം. സത്യം മനുഷ്യൻ അറിയണമെന്നും സത്യം മനുഷ്യനെ സ്വതന്ത്രമാക്കണമെന്നും ആണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ദൈവപരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം സത്യം മനുഷ്യനെ സ്വതന്ത്രമാക്കണമെന്നാണ്. പക്ഷേ സത്യം മനുഷ്യൻ അറിയാതിരിക്കാനും ഏതെങ്കിലുമൊക്കെ ഒരു ഇരുട്ടിൻ്റെ പുകമറയ്ക്കകത്ത് മനുഷ്യനെ മറച്ചു നിർത്തി സത്യത്തിൻ്റെ പാതയിൽ നിന്ന് അവനെ ഡീവിയേറ്റ് ചെയ്ത് മറ്റെന്തെങ്കിലുമൊക്കെ കുടുക്കി ഇടണമെന്നുള്ളത് സാത്താന്യ ശക്തികളുടെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുകൊണ്ട് സത്യത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന സകല തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികളും പ്രവചനങ്ങളും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മനുഷ്യനെ തെറ്റായ വിശ്വാസങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ, ഇല്ലാത്ത ഒന്നിൽ കുടുക്കി ഇടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ ഇതിന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് ഉദാഹരണങ്ങളുണ്ട്. ആ ഭാഗത്തൊക്കെ ഞാൻ വരാം. അതിനു മുമ്പായിട്ട് ഞാൻ ഇനിയും അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തികളിൽ ഇത്തരം പാരാനോർമലായ ശക്തികൾ എങ്ങനെയാണ് ഈ വ്യക്തികൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇതിൽ 2 കൂട്ടം ആളുകളുണ്ട്. ഒന്ന്, ഈ വ്യക്തിക്കകത്ത് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു എനർജി, ഈ മായ വിളിക്കുന്നത് ഒരു എനർജി, ബിബ്ലിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇരുട്ടിൻ്റെ ശക്തി, ഒരു ഫോഷ്കിൻ്റെ ആത്മാവെന്നൊക്കെ വേദോസ്തവത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഫോഷ്കിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ അകത്ത് കയറിയിട്ട്
അയാളെ കൊണ്ട് പ്രവചിപ്പിക്കുന്ന കാഴ്ചയൊക്കെ, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ അകത്ത് കയറിയിട്ട് അവരെ കൊണ്ട് പ്രവചിപ്പിക്കുന്ന കാഴ്ചയൊക്കെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അതൊരു എനർജിയാണ്. ആ എനർജി ആ മനുഷ്യൻ്റെ അകത്ത് കയറി ചില പ്രവചനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ആളുകളോട് പറയുന്നു. അങ്ങനെ ഒരു സീൻ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട്. ആ ഒരു എനർജി ഈ വ്യക്തിക്കകത്ത് കയറുന്നത് ഈ വ്യക്തിക്ക് തന്നെ അറിയത്തില്ല. ബാഹ്യമായ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഇരുട്ടിൻ്റെ ശക്തി ഈ വ്യക്തിക്കകത്ത് കയറിയിട്ടുണ്ട് എന്ന്. അതിന് പല പേരിൽ പറയാം. പൈശാചിക ശക്തിയെന്നോ സാത്താന്യ ശക്തിയെന്നോ ഭൂതശക്തിയെന്നോ ഒക്കെ പല പേരിൽ പറയാം. ഇത് ഈ വ്യക്തിക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഈ വ്യക്തി എന്താ ധരിക്കുന്നതെന്നറിയാം, തനിക്ക് മറ്റാർക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേക ശക്തി തൻ്റെ മനസ്സിനുണ്ടെന്നോ തൻ്റെ ശരീരത്തിനുണ്ടെന്നോ തൻ്റെ ആത്മാവിനുണ്ടെന്നോ ഈ വ്യക്തി അങ്ങ് തെറ്റിദ്ധരിച്ചു പോകുന്നു. കാരണം അദ്ദേഹത്തിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഈ വ്യക്തി ബാഹ്യശക്തി അകത്ത് കയറിയതാണ്, ബാഹ്യമായൊരു എനർജി അകത്ത് വർക്ക് ചെയ്യുന്നതാണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള സയൻറ്റിഫിക്ക എന്ന് നമുക്ക് തോന്നുന്ന പദങ്ങളിലൂടെ, അതായത് ഈ പാരാസൈക്കോളജി എന്നൊക്കെ പറയുന്ന പദങ്ങളിലൂടെ, അത് സൂഡോ സയൻസാണ് കേട്ടോ, നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. എനിക്ക് ടെലിപ്പതിക്കുള്ള ശക്തിയുണ്ട്, നിൻ്റെ മനസ്സിലുള്ളത് അറിയാൻ എനിക്ക് ശക്തിയുണ്ട്, അത് ടെലിപ്പതി വഴിയാണ് ഞാൻ പിടിക്കുന്നത്, എനിക്കതിന് പ്രത്യേക ടെക്നിക്കുണ്ട്, അങ്ങനെ ജന്മന എനിക്കൊരു ശക്തിയുണ്ടെന്ന് ഈ വ്യക്തി അങ്ങ് തെറ്റിദ്ധരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പാരാസൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് സയൻസ് അല്ല, അതൊരു സൂഡോ സയൻസാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ സയൻസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ട്. ക്രിസ്ത്യൻ സയൻസ് നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും ഈ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സയൻസാണ് ഇതെന്ന് ഓർക്കും. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഈസ് നീദർ ക്രിസ്ത്യൻ നോർ സയൻസ്. അത് ക്രിസ്ത്യനുമല്ല, അത് സയൻസുമല്ല, വെറുതെ പേരിട്ടിരിക്കുന്നു. ഇതുപോലെ ഇതിനെ പാരാസൈക്കോളജിയെ പിടിച്ച് സയൻസ് ആക്കിയിരിക്കുന്നത് അത് വെറുതെ ഒരു അഭ്യാസമാണ്. നമ്മളെ കൊണ്ട് ബോധ്യമാക്കണം, ഒരു പുകമറ സൃഷ്ടിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുകയാണ്. ഇതെന്തോ അഭൗമികമാകുന്നതാണ്, അതോടൊപ്പം തന്നെ ഇത് ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ ആണെന്ന് നമ്മളെ കൊണ്ട് തെറ്റായി വിശ്വസിപ്പിക്കുവാൻ എടുക്കുന്ന ഒരു തന്ത്രമെന്ന് മാത്രമേ ഇതിനെ ഡെപ്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം കൺവെൻഷണൽ ട്രഡീഷണൽ സയൻസ് ഇതിനെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു മജീഷ്യൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് ചില ട്രിക്സ് കാണിക്കുന്നു. നമുക്കറിയാം, ഒട്ടുമുക്കാൽ മാജിക് ട്രിക്കുകളും നമ്മളീ പറയുന്നത് പോലെ ഒരു പൈശാചിക ശക്തി ഉപയോഗിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല. ചെറിയ ചെറിയ നമ്മുടെ മനസ്സിൻ്റെ ചില പ്രത്യേകതകളെ, നമ്മുടെ കണ്ണിൻ്റെ കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനുള്ള വേഗത, പിന്നെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കൺകെട്ടുകൾ നടക്കുന്നത്. എനിക്കൊരു 4-5 മാജിക് ട്രിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുമ്പം ഈ ഞാൻ വർക്ക് ചെയ്ത പാർട്ടിയുടെ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില മാജിക് ട്രിക്കുകളുണ്ടായിരുന്നു. ചില യൂത്ത് മിനിസ്ട്രി നടത്തുന്ന അല്ലെങ്കിൽ VBS നടത്തുന്ന ആളുകൾ മാജിക് കാണിക്കത്തില്ലേ, അതിനകത്ത് കൺകെട്ടും ഒന്നുമില്ല, അതൊക്കെ വെറും ട്രിക്കുകളാണ്. ആ ഒബ്ജക്ട്സ് അതിനുവേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഒബ്ജക്ട്സാണ്, അതിൻ്റെ പ്രത്യേകതകളാണ്, നമുക്കങ്ങനെ തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അതെല്ലാം ട്രിക്കുകളാണ്. പക്ഷേ ഈ ട്രിക്ക് കാണിക്കുന്നതിന് മുമ്പ് മജീഷ്യൻ, സ്റ്റേജിൽ നിൽക്കുന്ന മജീഷ്യൻ, അയാളൊരു കറുത്ത കോട്ടൊക്കെ ഇടുന്നു, ഒരു പ്രത്യേക തരത്തിലുള്ള തൊപ്പിയൊക്കെ വെക്കുന്നു, പിന്നെ ഒരു സ്റ്റിക്ക്, ഒരു മാജിക് സ്റ്റിക്കൊക്കെ ഇങ്ങനെ പിടിക്കുന്നു, ആളുകളുടെ മുമ്പ് ഇങ്ങനെ കൈകൊണ്ടൊക്കെ അഭ്യാസം കാണിക്കുന്നു, എന്നിട്ട് ഈ സ്റ്റിക്ക് കൊണ്ട് ആ സാധനത്തിൽ ഇങ്ങനെ തട്ടുന്നു. ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? ഇതൊന്നും കാണിച്ചില്ലെങ്കിലും ആ ട്രിക്ക് അവിടെ വിജയിക്കും. ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചില്ലെങ്കിൽ, നമ്മളെ കണ്ണ് കെട്ടുന്നതെന്നൊക്കെ കാണിച്ചില്ലെങ്കിലും ഈ ട്രിക്ക് അവിടെ വിജയിക്കും. ഈ തൊപ്പിയും ഈ മാജിക് സ്റ്റിക്കും ഒന്നും ഇല്ലെങ്കിലും ആ ട്രിക്ക് അവിടെ വിജയിക്കും. കാരണം അത് സിമ്പിൾ സയൻസാണ്. ആ ട്രിക്ക് കാണിക്കുന്നത് സിമ്പിൾ സയൻസാണ്, അതൊരു ട്രിക്കാണ് കാണിക്കുന്നത്. പിന്നെന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഹിന്ദി ഭാഷയിൽ പറഞ്ഞ ഒരു മഹോൽ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതെന്തോ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണെന്ന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ ശുദ്ധമായിട്ട് ക്ലെയർവോയൻസ് കൂടെ പ്രവചിക്കുന്ന ആളുകൾ, ടാരറ്റ് റീഡിങ്ങിൽ കൂടെ, ഓജ ബോർഡിൽ കൂടെയോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഉപയോഗിച്ച് പ്രവചിക്കുന്ന ആളുകൾ, സ്ഫടികം ഉപയോഗിച്ച് പ്രവചിക്കുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞ ക്രിസ്റ്റലിലേക്ക്, സ്ഫടികത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് ഗെയ്സ് ചെയ്ത് നോക്കിയിരിക്കുമ്പോൾ അവർ ചിലത് കാണാൻ തുടങ്ങുന്നു എന്നൊക്കെ ക്ലെയിം ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് പണ്ട് കാലം മുതലേ ഈ ഭാവി പറയാൻ വേണ്ടി ചെയ്തിരുന്ന ആളുകൾ ചെയ്യുന്നൊക്കെയാണ് ചെയ്യുന്നത്. അതെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു അനദർ കൈൻഡ് ഓഫ് എനർജി, മറ്റൊരു തരത്തിലുള്ള എനർജി ഉപയോഗിച്ചാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. പിന്നെ ഈ ബാക്കി വാക്കുകളുണ്ടല്ലോ, ഈ പാരാനോർമൽ, പാരാസൈക്കോളജി, ഇത് സയൻസ്, ഇത് ടെലിപ്പതി, ടെക്നിക്ക് എന്ന പദങ്ങളൊക്കെ നമ്മളെ ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്, ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് ചില ആളുകൾക്കകത്ത് തന്നെ ഇങ്ങനെയുള്ള ഒരു എനർജി കയറിയിട്ട് അവർക്ക് ആ ശക്തി കൊടുക്കുന്നു. അവർക്ക് തന്നെ അറിയത്തില്ല ഇങ്ങനൊരു എനർജി അവർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ബാഹ്യശക്തി അവരുടെ അകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത് അവർക്ക്
അറിയത്തില്ല. രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ അവർ ഈ മായ പറയുന്നത് പോലെ ഇതിനെക്കുറിച്ചൊക്കെ വലിയ ജിജ്ഞാസ ഉണ്ടായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ ഈ ക്ലെയർവോയൻസ് ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കുക, അല്ലാതെ അത് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. അവരുടെ അടുക്കലൊക്കെ പോയി ശിഷ്യത്വമൊക്കെ സ്വീകരിച്ചിട്ട് അവർ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ എന്താ പറയുക, ഇങ്ങനെയുള്ള എനർജീസിനെ അവരിലേക്ക് സ്വീകരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കറിയാം ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കറിയാം. ഒന്നാമത്തെ ഗ്രൂപ്പുകാർക്ക് സ്വയമായിട്ട് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരുപക്ഷെ അവർക്കറിയില്ല, ബാഹ്യമായ ഒരു ഏജൻസിയിലൂടെയാണ് ഇത് ചെയ്യുന്നതെന്ന് അവർക്കറിയത്തില്ല. ഇങ്ങനെ ഉള്ള രീതിയിലാണ് ഇവർ ഈ ആദർശ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വി ആർ കൃഷ്ണയ്യരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയുമായിട്ട് സംസാരിച്ചു, മരിച്ചുപോയ ഭാര്യയുമായിട്ട് സംസാരിച്ചുവെന്ന് മലയാള മനോരമ പത്രത്തിൽ അദ്ദേഹം ലേഖനമൊക്കെ എഴുതുവാനിടയായി തുടങ്ങി. ഇതൊക്കെ സത്യമാണ്, സയൻസ് ആണെന്നൊക്കെയാണ് അദ്ദേഹം എഴുതിയത്. സത്യത്തിൽ എങ്ങനെയാണ് ഈ മരിച്ചവരുടെ രോഗവുമായിട്ട് സംസാരിക്കുന്നത്? വേദോസ്തവത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് അല്ലേ? ശമൂവേൽ മരിച്ച ശേഷം ശൗല് ഒരു വെളിച്ചപ്പാട് ആത്മാവിനെ ഉപയോഗിച്ച് ശമൂവേലുമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. സത്യത്തിൽ ഈ പറയുന്ന വെളിച്ചപ്പാട് ആത്മാവ് ശമൂവേലിനെ വിളിച്ചു വരുത്തി എന്നൊക്കെ പറയുമ്പോൾ പലരുടെയും ചിന്ത മരിച്ചുപോയ ശമൂവേൽ തിരിച്ചു വന്നെന്ന്. അങ്ങനല്ല അതവിടെ സംഭവിക്കുന്നത്. പിന്നെ അവിടെ ശൗല് കാണുന്നില്ല, ഈ ശമൂവേൽ കയറി വരുന്നത് കാണുന്നില്ല. പക്ഷേ വെളിച്ചപ്പാട് ആത്മാവുള്ള ഈ മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ സ്ത്രീയാണ് വിളിച്ചു പറയുന്നത്, ദേ ശമൂവേൽ വരുന്നു, ഒരു പുരുഷൻ വരുന്നല്ലേ. അപ്പോൾ പുരുഷൻ്റെ രൂപം എന്താണെന്ന് ചോദിക്കുമ്പോൾ വസ്ത്രത്തിൻ്റെയൊക്കെ പ്രത്യേകത പറയുമ്പോൾ ശൗല് പറയുന്നത് അത് ശമൂവേൽ തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നു. ശൗല് കാണുന്നില്ല, വെളിച്ചപ്പാട് ആത്മാവ് പറയുന്നത് മുഴുവൻ ഈ ശൗൽ അങ്ങ് വിശ്വസിക്കുകയാണ്. പിന്നെ ഈ ശമൂവേൽ സംസാരിക്കുന്നു എന്ന വിധത്തിൽ സംസാരിക്കുന്നത് ആരാണ്? ഈ വെളിച്ചപ്പാട് ആത്മാവിൻ്റെ വായിലൂടെയാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അതിനകത്ത് ശമൂവേലിനെ കാണുകയോ ശമൂവേലിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നില്ല. ഇവിടെ ക്ലിയറായിട്ട് സംസാരിക്കുന്നത് ശമൂവേലിൻ്റെ രൂപത്തിൽ എഴുന്നേറ്റ് വരുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ, ഈ മായ പറഞ്ഞതുപോലെ ഒരു എനർജിയാണ്. ആ എനർജിയെ നമ്മൾ പൈശാചിക ശക്തി എന്ന് വിളിക്കുന്നു. ഈ ഡിവിനേഷൻ സ്പിരിറ്റുള്ള ഈ സ്ത്രീക്ക്, വെളിച്ചപ്പാട് ആത്മാവുള്ള, അന്നത്തെ കാലത്തെ ക്ലെയർവോയൻസ് ആണത് കേട്ടോ, ആ ക്ലെയർവോയൻസ് ആത്മാവുള്ള ഈ സ്ത്രീക്ക് ഒരു പൈശാചിക ശക്തി ഭാവിയിൽ സംഭവിക്കാനുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എന്താ വെളിപ്പെടുത്തി കൊടുത്തത്? ശൗലെ, നീ പോകുന്ന യുദ്ധത്തിൽ നീ മരിക്കും. ഭാവി പറഞ്ഞോ? ആരാ പറഞ്ഞത്? അത് ഈ വെളിച്ചപ്പാട് ആത്മാവുള്ള സ്ത്രീയുടെ അകത്തുള്ള ആ ഒരു പൈശാചിക എനർജിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ മീഡിയംസ് ഉപയോഗിക്കുന്നത് ഒരു പൈശാചിക ശക്തിയെ ഉപയോഗിച്ചിട്ടാണ് ഈ ബാഹ്യ ലോകത്തിലുള്ള ഈ ആത്മാക്കളുമായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. മരിച്ചവരുടെ ആത്മാക്കളോട് എങ്ങനെ സംസാരിക്കുന്നത്? സത്യത്തിൽ ശമൂവേലിൻ്റെ ആത്മാവല്ല വന്നത്. ശമൂവേലിൻ്റെ ആത്മാവിൻ്റെ മിമിക്രി ചെയ്ത ഒരു പൈശാചിക ശക്തി ഈ ക്ലെയർവോയൻസ് ആയിട്ടുള്ള, ഈ വെളിച്ചപ്പാട് ആത്മാവായിട്ടുള്ള സ്ത്രീയുടെ വായിലൂടെ സംസാരിക്കുന്നു. ആ ശമൂവേലിൻ്റെ അതേ വാക്കിൽ മിമിക്രിക്കാരെങ്ങനെയാണ് ഒരാളുടെ ശബ്ദം അനുകരിക്കുന്നത്, അതുപോലെ അനുകരിച്ചെന്ത് ചെയ്യും? ഈ പൈശാചിക ശക്തി ഈ വെളിച്ചപ്പാട് ആത്മാവിനെ കൊണ്ട് സംസാരിപ്പിക്കും. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഈ പറഞ്ഞതുപോലെ പാഠഭേദത്തിൻ്റെ ലിമിറ്റഡ് സമയത്തൊന്നും പറഞ്ഞു തരാൻ പറ്റുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഒമാനിൽ നിന്ന് പാസ്റ്ററാണ് എനിക്ക് വീഡിയോ ഇട്ടതെന്ന് പാസ്റ്ററോട് നന്ദി പറയുക. കാരണം ഈ സബ്ജക്റ്റ് എൻ്റെ ശ്രദ്ധയപ്പെടാതെ പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അതുകൊണ്ട് മാത്രം ഒരു ചെറിയ വീഡിയോ ഞാനങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത് ഒരു വെളിച്ചപ്പാട് ആത്മാവിൻ്റെ, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ഈ മഷിയിട്ട് നോക്കുമെന്നൊക്കെ പറയത്തില്ലേ, വെറ്റിലയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ നോക്കി ഭാവി പറയുന്നവരില്ലേ, ഇവരൊക്കെ ഉപയോഗിച്ച മെത്തേഡ് തന്നെയാണ്. ഇപ്പം കുറേ മോഡേൺ ടെർമിനോളജിയൊക്കെ ആഡ് ചെയ്തിട്ട് പുതിയൊരു ഭാവത്തോടു കൂടി ഇത് സയൻസ് ആണെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൂഡോ സയൻസ് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇത്രയുമൊക്കെ ഏകദേശം ഇത്രയും പറഞ്ഞതുകൊണ്ട് ആസാദിയുടെ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ RV മായയുടെ പ്രവചനങ്ങളുടെ പിന്നിൽ വർക്ക് ചെയ്ത ഈ പറഞ്ഞ പാരാസൈക്കോളജി എന്ന് പറഞ്ഞ ക്ലെയർവോയൻസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ്. ഒരുപക്ഷെ അവരതിന് മറ്റൊരു പേരായിരിക്കാം കൊടുക്കുന്നത്. പക്ഷേ ഈ ടെലിപ്പതി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഈ ക്ലെയർവോയൻസിൻ്റെ ഒരു ഭാഗമാണ്. ആ മെത്തേഡാണ് അവർ യൂസ് ചെയ്തത്. വേദപുസ്തകത്തിൽ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു ഡിവിനേഷൻ സ്പിരിറ്റ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവളുടെ യജമാനന്മാർക്ക് ലാഭം വരുത്തിയെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവളുടെ അടുക്കൽ വരുന്ന ആളുകളുടെ ഭാവി പറവാൻ അവൾക്ക് കഴിവുണ്ടായിരുന്നു. അതൊരു വലിയ ബിസിനസ്സായിട്ട് വളർന്നു. കാരണം ഭാവി അറിയാൻ എല്ലാവർക്കും താല്പര്യമില്ല. ഇങ്ങനെ കഴിവുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നാളെ മുതൽ അവരുടെ വീടിൻ്റെ മുമ്പിൽ ആളുകൾ എന്തു ചെയ്യും? വന്ന് ക്യൂ നിൽക്കും ഭാവി കേൾക്കാൻ വേണ്ടി. വേണമെങ്കിൽ നമ്മുടെ വിശ്വാസികൾ പോലും പോവും.
ഇതൊക്കെ പിശാചാ ജയിക്കുന്നത് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും, കാരണം നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ലല്ലോ. ഒരു ചെറിയ ഉദാഹരണം പിന്നെ ഞാൻ പറയാം, കുറേ ഉദാഹരണം പറഞ്ഞു. നോസ്ട്രഡാമസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, ഉണ്ടായിരുന്നു. നോസ്ട്രഡാമസ് പ്രവചിച്ചെന്ന് പറഞ്ഞ ഇടയ്ക്കൊക്കെ നിങ്ങൾ വാർത്ത കേൾക്കാറില്ലേ? സത്യത്തിൽ നോസ്ട്രഡാമസ് ആരായിരുന്നു? ഈ വെളിച്ചപ്പാടാത്മാവുള്ള ഒരു ക്രിസ്റ്റൽസ് ഉപയോഗിച്ച്, അതായത് സ്ഫടികത്തിലേക്ക് നോക്കി പ്രവചിക്കുന്ന ഈ പറഞ്ഞ ഈവിൾ സ്പിരിറ്റിനെ ഉപയോഗിച്ച് പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു നോസ്ട്രഡാമസ്. സത്യം പറഞ്ഞാൽ നോസ്ട്രഡാമസ് എഴുതിയ ആ എഴുത്തുകളിലൊന്നും ലോകത്തിലെ ഒരു സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനമില്ല. പിന്നെ എന്തെങ്കിലും ഒരു വാക്കെടുത്തിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നവർ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവമായിട്ട് കൂട്ടിയിണക്കി അതിനെ അങ്ങ് പറയും, കണ്ടോ നോസ്ട്രഡാമസ് പ്രവചിച്ചതാ സംഭവിച്ചത്. അങ്ങനെ നോസ്ട്രഡാമസിൻ്റെ പ്രവചനത്തിൽ ഒരു ചുക്കുമില്ല. ഒരു പ്രാവശ്യം ഞാൻ പാഠപദ്ധതിയിൽ ചെയ്യാൻ വെച്ചിരുന്ന ഒരു സബ്ജക്റ്റാണ് നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച്. ഇപ്പോൾ സാന്ദർഭികമായിട്ട് അത് ഓർമ്മ വന്നപ്പോൾ അങ്ങ് പറയുകയാണ്, നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ചിതറിക്കിടക്കുന്ന ചില വാക്കുകളേ ഉള്ളൂ. പിന്നെ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ട് ആളുകൾ എന്ത് ചെയ്യും, ഇപ്പം നടക്കുന്ന സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ നോസ്ട്രഡാമസ് പ്രവചിച്ചു. ഇവിടെ മനസ്സിലാക്കണം, നോസ്ട്രഡാമസ് ഒരു ദൈവദാസനൊന്നുമല്ല കേട്ടോ. പക്ഷേ കേരളത്തിൽ നടന്നൊരു പരസ്യയോഗത്തിന് ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. നോസ്ട്രഡാമസ് എന്ന് പറയുന്ന ദൈവദാസൻ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പം ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ദൈവമക്കൾ പോലും ഇതൊക്കെ ദൈവശക്തിയാണെന്ന് പറഞ്ഞ് പോയി ചിലപ്പം കുമ്പിടാനും പ്രവചനം കേൾക്കാനും ഒക്കെ പോയെന്നിരിക്കും. അതുകൊണ്ട് മുൻകൂർ ഞാൻ പറയുകയാണ്, വേദപുസ്തകം വളരെ സ്ട്രിക്റ്റായിട്ട് ഈ പറയുന്ന സംവിധാനങ്ങളെ എതിർക്കുന്നു. ഒരു കാരണവശാലും ഒരു ദൈവ പൈതൽ ഇത്തരം വിഷയങ്ങളുടെ പിന്നാലെ പോകരുത്. ടാരറ്റ് റീഡിംഗ് ആണെങ്കിലും, ഓജാ ബോർഡാണെങ്കിലും, ക്ലെയർവോയൻസ് ആണെങ്കിലും, പിന്നെ എങ്ങനെയുള്ള വെളിച്ചപ്പാടാത്മാക്കൾ ആണെങ്കിലും, ഭാവി പറയുന്ന ശാസ്ത്രങ്ങളാണെങ്കിലും, ലക്ഷണവിദ്യയാണെങ്കിലും, ഇതിൻ്റെ ഒന്നും പിന്നിൽ ഒരു ദൈവ പൈതൽ പോകരുത് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ വെളിച്ചപ്പാട് ആത്മാവുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, അവൾ യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്നു. പൗലോസിനെ കണ്ടിട്ട്, ശീലാസിനെ കണ്ടിട്ട് ഇവർ അത്യുന്നതൻ്റെ ദാസന്മാരെന്ന് പ്രവചിച്ചു പറഞ്ഞു, അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷെ പൗലോസ് അവളിലുള്ള ആ സ്പിരിറ്റിനെ, ആ ആത്മാവിനെ ശാസിച്ചു. എന്ത് വിളിച്ചാൽ ശാസിച്ചത്? സാത്താനെ ഇവളെ വിട്ട് പുറത്തു പോകാൻ പറഞ്ഞു. അങ്ങനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ആ പൈശാചിക ശക്തി അവളെ വിട്ട് പുറത്തുപോയി. അവളുടെ ആ കഴിവ് നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ എലിപ്പതി ഇതൊക്കെ ഉണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും അഭിഷക്തന്മാർ ശാസിച്ചാൽ അങ്ങ് ഇറങ്ങിപ്പോകുന്ന പരിപാടിയേ ഉള്ളൂ. പിന്നെ ഒരു വെളിപ്പാടുമില്ല, പിന്നെ ഒരു ദർശനവുമില്ല, പിന്നെ ഭാവി അറിയാനും പറ്റത്തില്ല. അങ്ങനെ അവളിലുള്ള ശക്തി വിട്ടുപോയി കഴിഞ്ഞപ്പോൾ യജമാനന്മാർക്ക് വലിയ നഷ്ടമുണ്ടായി. കാരണം ബിസിനസ് പൊട്ടി. ഇനി ഇവക്ക് ഭാവിയൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ ശ്രദ്ധിക്കണമേ, അവളിലുണ്ടായിരുന്ന ആ സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന് ആ കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന പേരാണ് പൈത്തൻ സ്പിരിറ്റ്, പെരുമ്പാമ്പിൻ്റെ ആത്മാവ്. അതിന് ഗ്രീക്ക് മിത്തോളജിയുമായിട്ട് ബന്ധമുണ്ട്. പൈത്തൻ സ്പിരിറ്റ്, അവളിലൊരു പെരുമ്പാമ്പ് ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഷീ വാസ് എ പൈത്തൺ, അവളൊരു പൈത്തൻ ആയിരുന്നു എന്നൊക്കെയാണ് പഴയ ബൈബിൾ ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൾ പെരുമ്പാമ്പാണെന്നല്ല, അവളിലുള്ള സ്പിരിറ്റ്, അവളിൽ വർക്ക് ചെയ്ത സ്പിരിറ്റ്. ഈ ഡിവിനേഷൻ ആത്മാവായിട്ട് ഗ്രീക്ക് മിത്തോളജിയിൽ അറിയപ്പെട്ട ഗ്രീക്ക് ദൈവങ്ങളുടെ കൂട്ടത്തിൽ പൈത്തൺ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തെ ഉപയോഗിച്ചാണ് ഇവൾ എന്ത് ചെയ്തത്, ഈ പ്രവചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പുറത്താക്കിയത് ഒരു പൈത്തൺ സ്പിരിറ്റിനെയാണ്, ഒരു സ്പിരിറ്റ് ഓഫ് ഡിവിനേഷനെയാണ്. ഈ സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന് മോഡേൺ കാലത്ത് കിട്ടിയിരിക്കുന്ന പേരുകളാണ് ഈ പറഞ്ഞ ടെലിപ്പതി, പാരാസൈക്കോളജി, പാരാനോർമൽ, പിന്നെന്താ ക്ലെയർവോയൻസ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. സത്യത്തിൽ അങ്ങനൊന്നുമല്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേദപുസ്തക ചരിത്രത്തിലും ലോക ചരിത്രത്തിലൊക്കെ കാണുന്ന ഒത്തിരി അധികം നമ്മൾ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വെളിച്ചപ്പാട് ആത്മാക്കളുടെ ഒരു ഭാഗം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകർക്ക് ചോദ്യങ്ങളുണ്ടാകാം. നിങ്ങളുടെ ചോദ്യങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.